പ്രിയപ്പെട്ടവരെ, മുസ്ലിം വേൾഡ് ഇന്ന് വലിയൊരു പ്രതിസന്ധിയെ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാഖ് യുദ്ധം നടന്നതിനു ശേഷം മിഡിൽ ഈസ്റ്റിലുണ്ടായ അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് നമുക്കറിയാം ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതിയ ഇസ്രായേലുമായിട്ടുള്ള ഈ ഒരു ബന്ധം പുലർത്തൽ പല രാഷ്ട്രങ്ങളും, ഇപ്പോ എമിറേറ്റ്സും അതുപോലെ ബഹ്റൈനും തൊട്ടടുത്ത് സുഡാനും ഒക്കെ ഇസ്രായേലുമായിട്ടുള്ള സമാധാന കരാറിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് അടുത്ത മുസ്ലിം വേൾഡിനെ ബാധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ആദ്യം ഇറാഖുമായി ഉണ്ടായ യുദ്ധം നമുക്കറിയാം, അത് കുവൈത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ രണ്ടാമത് ഇറാഖിനെ ആക്രമിച്ചത് അല്ലെങ്കിൽ ആദ്യത്തെ ആക്രമണത്തിന് പിന്നിൽ സദ്ദാം പിന്മാറിയതിനു ശേഷവും വലിയ ഉപരോധം ഏർപ്പെടുത്തുകയും തൊട്ടടുത്ത് ആണവ ശക്തിയല്ല അണുവായുധങ്ങൾ ഇല്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നടത്തിയ യുദ്ധം അതൊരു വലിയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു, ഒരു വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. അവരുടെ വലിയ ഒരു സ്വപ്നം തന്നെ മിഡിൽ ഈസ്റ്റിൽ അവർക്ക് സാധിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നത്തെ സിറിയയും അതുപോലെ തന്നെ നമുക്കറിയാം യമനും തുടങ്ങുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഇസ്ലാമിക് വേൾഡിൽ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെയും പിന്നിൽ ഈ യുദ്ധം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നമ്മൾ കേൾക്കുന്ന ലോകത്ത് എവിടെയാണെങ്കിലും തീവ്രവാദികൾ എന്നൊക്കെ കേൾക്കുന്ന IS ആണെങ്കിലും അവരെയൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നാണെങ്കിൽ പോലും അവരെയൊക്കെ ഉപയോഗപ്പെടുത്തുകയും നിർമ്മിക്കുകയും ചെയ്തത് ഈ ഇറാഖ് യുദ്ധത്തിന്റെ ഒരു ഫലമായിട്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ മുസ്ലിം രാഷ്ട്രങ്ങളിൽ അരാജകത്വം ഉണ്ടാക്കി അവിടെ ക്രമസമാധാനം നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വലിയൊരു തന്ത്രമാണ്. അത് യഥാർത്ഥത്തിൽ സാധിപ്പിച്ചെടുത്തത് സൗദി അറേബ്യയെ ഉപയോഗപ്പെടുത്തിയാണ്. ഇന്നത്തെ അറബ് ലോകത്തിന്റെ മുഴുവൻ പരാജയത്തിന്റെയും ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം സൗദി അറേബ്യക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ മിഡിൽ ഈസ്റ്റിലേക്ക് കടന്നു വരാൻ അമേരിക്കക്ക് എല്ലാ സൗകര്യങ്ങളും സ്വന്തം അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയം മാത്രം വെച്ചുകൊണ്ട് അവർക്ക് കടന്നു വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് സൗദി അറേബ്യയാണെന്ന കാര്യത്തിൽ ലോകത്ത് ആർക്കും സംശയമില്ല. പക്ഷേ ഇനി അടുത്ത ഒരു ഇസ്രായേലുമായിട്ടുള്ള സമാധാന കരാർ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അന്ന് ഇറാഖുമായിട്ടുള്ള യുദ്ധമാണെങ്കിൽ ഇന്ന് അതേ സൗദിയെയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇറാനുമായിട്ടുള്ള യുദ്ധത്തിനുള്ള ഒരുക്കമാണ്. പക്ഷെ അതിന്റെ അനന്തരഫലങ്ങൾ ഇറാനിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമായിരിക്കില്ല. അത് ഇന്നത്തെ അറബ് ലോകത്തെ മുഴുവനും ഇസ്രായേലിന്റെ കൈകൾക്കുള്ളിൽ ഏൽപ്പിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോ അമേരിക്കയും കൂടെ ആ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് UAE ഇമാറാത്തിനെ ഒരു സമാധാന കരാറിൽ ആദ്യമായി ഒപ്പിടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഭൂമി അല്ലെങ്കിൽ രാഷ്ട്രം അത് UAE. ഇറാൻ ലോകത്ത് 6ാമത്തെ സ്ഥാനത്താണ് നാവിക ശക്തിയായി നിലനിൽക്കുന്നത്. പക്ഷെ അവരുടെ ഇറാനിയൻ നാവി അത് ഉള്ളത് ബന്ദർ അബ്ബാസിലാണ്. ബന്ദർ അബ്ബാസ് എന്ന് പറയുമ്പോൾ അത് തന്ത്രപരമായ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ നാവിക ശക്തിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രവും ബന്ദർ അബ്ബാസ് ആണ്. അതുകൊണ്ട് തന്നെ റാസൽ ഖൈമ എന്ന് പറയുന്ന UAE നിന്നും ഈ ബന്ദർ അബ്ബാസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 158 കിലോമീറ്റർ മാത്രമാണ്. അതായത് എല്ലാ നിലയിലുമുള്ള യുദ്ധത്തിനുള്ള സൗകര്യം ഈ റാസൽ ഖൈമ അല്ലെങ്കിൽ UAE ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇസ്രായേലിന് ഇറാനെ അടിച്ചൊതുക്കാൻ ഇത് മുഖേന സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് തിരിച്ചടികളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അതിനെ ഒതുക്കാൻ ഈ ഭൂമിയോട് കൂടെ സാധിക്കുമെന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷെ ഇതൊന്നും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു കടന്നുവരവോട് കൂടെ ഇറാനെ ഒതുക്കുന്നതോടുകൂടെ ഒരുവിധം അറബ് രാഷ്ട്രങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അവരുടെ അധികാരത്തിന് വേണ്ടി ഇസ്രായേലിനെ കൊണ്ടുവന്നതാണെങ്കിലും ഒരു നാൾ അത് ഇസ്രായേലിന്റെ കൈകൾക്കുള്ളിൽ അല്ലെങ്കിൽ അധികാരത്തിന്റെ പരിധികൾക്കുള്ളിലേക്ക് മാറിപ്പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് കഴിഞ്ഞ ഇറാഖ് യുദ്ധത്തോടുകൂടെ അറബ് വേൾഡിൽ ഉണ്ടായതെങ്കിൽ ഇനി ഇസ്രായേൽ മുഖേന ഒരു ഇറാൻ യുദ്ധം നിർമ്മിക്കാൻ വേണ്ടി അറബ് രാഷ്ട്രങ്ങൾ അതിനുള്ള കോപ്പ് കൂട്ടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ അറബ് രാഷ്ട്രങ്ങളുടെ മുഴുവനും അധികാരത്തിന്റെ ഒരു പ്രധാന ചരടുവലി അത് ഇസ്രായേൽ ആയിരിക്കും നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഫലസ്തീനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഖുദ്സിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കേണ്ടി വരികയില്ല. കാരണം അത് തീർത്തും ഒരാൾ പോലും ചോദിക്കാൻ പോലും ഇല്ലാത്ത സ്ഥിതിയിൽ ഇസ്രായേലിന്റെ കൈകളിൽ ഒതുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മറ്റൊരു ഭാഗം പറയുമ്പോൾ ഇപ്പോൾ അടുത്ത സമാധാന കരാറുമായി ഒപ്പിടാൻ പോകുന്നത് അത് സുഡാനാണ്. സുഡാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. എന്തുകൊണ്ട്?
ഈ ആഫ്രിക്കൻ നാടുകളാണ് മറ്റൊരു മുസ്ലിം കേന്ദ്രം. അതായത് ധാരാളം മുസ്ലിം രാഷ്ട്രങ്ങൾ അടങ്ങിയ ഒരു വൻകരയാണ് ഈ ആഫ്രിക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിൽ 3-4 സ്ഥാനം വലിപ്പത്തിൽ നിൽക്കുന്ന ഈ സുഡാന് ലഭിക്കുന്നത് വഴി ഒരുപാട് യുദ്ധതന്ത്രങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്താൻ ഈ രാഷ്ട്രങ്ങളെ ഒക്കെ ഉയർന്നു വരുന്നത്, അല്ലെങ്കിൽ അവരെയൊക്കെ അടിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഇസ്രയേലിന് ഈ സുഡാൻ എന്ന രാഷ്ട്രത്തിലൂടെ സാധിക്കുമെന്നത് വളരെ സത്യമാണ്. ഇതൊക്കെ അതിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന സത്യമാണ്. പക്ഷെ ഇതിനെല്ലാം ഈ രാഷ്ട്രങ്ങൾ ഇപ്പൊ സുഡാൻ എന്തുകൊണ്ടാണ് ഇസ്രയേലിന്റെ ഭാഗത്തേക്ക് നീങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ വലിയ പ്രതിഷേധങ്ങളാണ് സുഡാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് സൗദിയുമായിട്ടുള്ള വലിയ ബന്ധം ഇപ്പോൾ സുഡാനുണ്ട്. കാരണം യമനിലെ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സൈനികപരമായ സഹായം തന്നെ നൽകുന്ന ഒരു രാഷ്ട്രമാണ് സുഡാൻ എന്ന് പറയുന്നത്. മാത്രമല്ല സുഡാൻ സാമ്പത്തികമായ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെല്ലാം പരിഹാരം കാണുന്നത് അത് സൗദി അറേബ്യയിലൂടെയാണ്. മാത്രമല്ല സൗദി അറേബ്യ നല്ല സാമ്പത്തിക സഹായവും സുഡാൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ നിർദ്ദേശങ്ങളെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സുഡാന് ഇന്നത്തെ സാഹചര്യങ്ങൾ സാധിക്കുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൗദി അറേബ്യയുടെ കൈകളിലുള്ള അല്ലെങ്കിൽ അവരുടെ അധികാര പരിധിക്ക് അല്ലെങ്കിൽ അവരുടെ സ്വാധീനമുള്ള രാഷ്ട്രങ്ങളെയൊക്കെ ഇസ്രയേലിന്റെ പിന്നിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ബ്രോക്കർ പണിയൊക്കെയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇതിന്റെ ഈ ഒരു പ്രതിസന്ധിയുടെ വില ചെറുതൊന്നും ആയിരിക്കുകയില്ല. മുസ്ലിം ലോകത്തിന് കണ്ണീരിന്റെ ദിനങ്ങളാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ ഈ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കാണുന്ന അറബ് രാഷ്ട്രങ്ങളെ അധികാരം നിലനിർത്തുകയും അവരെ സംരക്ഷിക്കുക എന്നതൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല എന്നല്ല, അത് അവരുടെ ആവശ്യമേ അല്ല. നേരെ മറിച്ച് അവരെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ, അവരുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ പദ്ധതി അല്ലെങ്കിൽ മുസ്ലിം വേൾഡിനെ അടിച്ചൊതുക്കി അവിടെ ഇസ്രയേലിന്റെ ആസ്ഥാനങ്ങൾ അവിടെയൊക്കെ സ്ഥാപിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവരുടെ പണവും അവരുടെ സ്വാധീനവും മാറി മാറി ഉപയോഗിക്കുക എന്ന വലിയൊരു തന്ത്രമാണ് ഇപ്പോ ഇവിടെയൊക്കെ നടക്കുന്നത്. ഏതായിരുന്നാലും ഇത് ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഛിദ്രശക്തികളിൽ നിന്ന് അറബ് രാഷ്ട്രങ്ങളെ അതുപോലെ മുസ്ലിം രാഷ്ട്രങ്ങളെയും എല്ലാ രാഷ്ട്രങ്ങളെയും സംരക്ഷിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.